മിഴി നിറയാതെ. സാറിനെന്താ ഡോക്ടറോട് ഇത്ര കലിപ്പ്? അതൊരു പഴയ കഥയാണ്, കുറച്ച് പഴക്കമുള്ളത്. ഞാൻ പറയാം. എൻ്റെ അച്ഛനും ആദിയുടെ അച്ഛനും നല്ല സുഹൃത്തുക്കളായിരുന്നു. കുടുംബപരമായും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ആദിയുടെ അച്ഛൻ ബിസിനസ്സിൽ ചെറുതായി ഒന്ന് പൊട്ടി. കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ വന്നു നിൽക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പൂർവികമായ കുടുംബസ്വത്ത് ഉള്ളതുകൊണ്ട് പുള്ളി അറിയാത്ത ബിസിനസ്സിലിട്ട് മുഴുവൻ കടം കയറിപ്പോയി. പിന്നീട് ഒന്നുമില്ലാതെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. ബിസിനസ് തുടങ്ങാൻ കുറച്ച് പണം കടം നൽകി. അതിനുശേഷം അയാൾക്ക് ആവശ്യമുള്ളതെല്ലാം അച്ഛൻ നൽകി. താമസിക്കാൻ വീട്, അയാളുടെ മകന് എൻ്റെ സ്കൂളിൽ തന്നെ അഡ്മിഷൻ, അങ്ങനെയെല്ലാം. കുറച്ചു കാലം അവർ താമസിച്ചതും ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ആദിയുടെ അച്ഛൻ ആ ബിസിനസ്സിൽ ശോഭിച്ചു. അയാൾ വച്ചടി കയറി. അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ അച്ഛൻ ആത്മഹത്യയുടെ വക്കിലായിരുന്നു. അയാൾ അച്ഛനെ പറ്റിക്കുകയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയും ഒരു മുഴം കയറിൽ ജീവനെടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവിടെയും വിധി ചതിച്ചു. അമ്മ മാത്രം മരിച്ചു. അച്ഛൻ പകുതിയോളം തളർന്ന് കിടപ്പിലായി. അയാളുടെ മകനും എനിക്കും ഒരേ വിദ്യാഭ്യാസം നൽകി. കപട സ്നേഹം ചാലിച്ച വാക്കുകളിലൂടെ എന്നെ അയാളുടെ പക്ഷത്ത് നിർത്താൻ നോക്കി. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിലെ പക അണയാതെ തന്നെ കിടന്നു. അയാളുടെ തലമുറ അറ്റുപോകണം. രവീന്ദ്രവർമ്മയുടെ തലമുറ ഈ ഭൂമിയിൽ അവശേഷിക്കാൻ പാടില്ല. അതിനാൽ ആദി ഇല്ലാതാവണം. അവനൊരു വിവാഹം കഴിക്കാൻ പാടില്ല. അതാണ് എൻ്റെ ലക്ഷ്യം. അവൻ്റെ കണ്ണിൽ പകയെരിഞ്ഞു. ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഇതിനു പുറകിൽ ഉണ്ടായിരുന്നു അല്ലേ? തെത്തൻ ചോദിച്ചു. ഉണ്ടായിരുന്നു. അതുപോട്ടെ, തനിക്ക് സ്വാതിയുടെ അമ്മ അല്ലായിരുന്നോ ഇഷ്ടം? പിന്നെന്താ അവരെ കല്യാണം കഴിക്കാൻ ശ്രമിക്കാഞ്ഞത്? ആര് പറഞ്ഞു കഴിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന്? അവളെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടേക്ക് ചെന്നത് തന്നെ. പക്ഷേ ആ വിവാഹത്തിന് അവളെ സമ്മതിച്ചില്ല. പിന്നെ ചേട്ടത്തി നിൽക്കുമ്പോൾ അനിയത്തിയെ കെട്ടിക്കാൻ പറ്റില്ല. അവളുടെ അപ്പൻ. പിന്നെ ചേച്ചി മതിയെന്ന് വിചാരിച്ചു. അവളെ കണ്ടോണ്ടാ ഞാൻ അതിന് സമ്മതിച്ചത് തന്നെ. പക്ഷെ അപ്പോഴേക്കും അവൾ പോയി. പിന്നെ തിരക്കാനൊന്നും പോയില്ല. പിന്നെ അവളെ കാണുന്ന ഗർഭിണിയായി നാട്ടിൽ വന്നപ്പോൾ കുറച്ച് നാളുകൂടി കഴിയുമ്പോൾ അവളെ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കാമെന്ന് ആഗ്രഹിച്ചു. അത്രയ്ക്ക് മോഹമായിരുന്നു അവൾ. തെത്തൻ ഒരു വഷളം ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ദാ വരുന്നു ഒരുത്തൻ. അവളെയും കൊച്ചിനെയും കൂടി ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞു. സീത പിന്നെ അവനെ ഒതുക്കാനായി ശ്രമം. അതാരാ ആ മഹാമനസ്കൻ? വിജയ് ആകാംക്ഷയോട് ചോദിച്ചു. വേറെ ആരുമല്ല, സാറിനെ അന്ന് ഹോസ്പിറ്റലിൽ വന്ന് കണ്ടില്ലേ, ആ വള്ളി തന്നെ, വേണു. ഭയങ്കര ഇഷ്ടമാണ് അവനെ സീതയെ. കല്യാണത്തിന് മുമ്പും അതിന് ശേഷവും. ഗർഭിണിയായി വന്ന് നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് പ്രശ്നത്തിൽ വേണുവിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയ സമയമായിരുന്നു. ആ സമയത്ത് തറവാട്ടിൽ വന്ന് സീതയെ വിവാഹം കഴിക്കാൻ ആലോചിച്ചു. കുഞ്ഞിനെ നോക്കാൻ അവന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവൾ സമ്മതിച്ചില്ല. സ്വാതി ഇല്ലാതെ ഇനി വേറൊരു ജീവിതം വേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. ഓഹോ, അങ്ങനെ ഒരു കഥ ഇതിലുണ്ടോ? അവളോടുള്ള പ്രേമത്തിൻ്റെ സ്മാരകമായിട്ടല്ലേ അവൻ അവളുടെ മോളെ സഹായിച്ചുകൊണ്ട് നടക്കുന്നത്? അതോ കൊച്ചു പെണ്ണല്ലേ, വേറെന്തെങ്കിലും പ്രതീക്ഷയാണോ എന്നറിയില്ല. പകൽമാന്യനാണ് അയാൾ. അങ്ങനെ ഒരു കുഴപ്പക്കാരനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കണ്ടിട്ട്. ആയ കാലത്ത് കുറേ ഉടായ്പകളൊക്കെ കാണിച്ചിട്ടുണ്ട് സാറേ. നാട്ടുകാർ പറയുന്നതാണ്. എനിക്കതിനെപ്പറ്റിയൊന്നും ശരിക്കറിയില്ല. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര കലിപ്പ. ഒരിക്കലൊന്ന് മുട്ടിയതാണ്. ഇതൊക്കെയാണെങ്കിലും തൻ്റെ വീട് എവിടെയാണ് ശരിക്കും? വീട്ടിലാരുമില്ലേ? ഭാര്യ വീട്ടിലാണല്ലോ. എൻ്റെ വീടെന്ന് പറയുന്ന കൊല്ലത്താണ് സാറേ. അമ്മ മരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ പോയിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലം അനിയൻ കൈ അടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കേസ് പറഞ്ഞിരിക്കുക. ഇനി ഈ കേസും കൂട്ടുമൊക്കെ കഴിഞ്ഞിട്ട് വേണം. അപ്പം മൊത്തത്തിൽ തനിക്കൊരു ശരിയായ ബാക്ക്ഗ്രൗണ്ട് അല്ല. അങ്ങനെ ആയിപ്പോയതാ സാറേ. സേലത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നിയന്ത്രിക്കാൻ ആരും ഇല്ലാതെ വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി. ശരി, ഞാൻ ഇറങ്ങുക. തനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാനിവിടെ എത്തിക്കാം. ഇവിടെ പുറത്തേക്ക് ഇറങ്ങണ്ട. സാറേ, സ്വാതിയുടെ കാര്യം എങ്ങനെയാ? ഇനിയിപ്പോൾ അവിടെ വന്ന് എനിക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റു. അത് മതി സാറേ. അയാൾ തലചൊറിഞ്ഞു. തനിക്ക് കാശ് വല്ലതും വേണോ? എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളായിരുന്നു. വിജയ് പേഴ്സിൽ നിന്നും 2000-ൻ്റെ 3 നോട്ടെടുത്ത് അയാളുടെ കയ്യിൽ വച്ചു കൊടുത്തു. സാറേ, വേണമെങ്കിൽ നമുക്ക് ആ ഡോക്ടറെ തട്ടിക്കളയാം. സാറ് കേസ് പറഞ്ഞാൽ മതി. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ സ്റ്റേജ് ആയിട്ടില്ലടോ. ഞാൻ പറയാം. ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് നിന്നാൽ മതി. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ ഞാൻ വിളിക്കും. എൻ്റെ കൂടെ നിന്നാൽ തനിക്ക് ഗുണമുണ്ടാവും. കൊല്ലാനാണെങ്കിൽ പിന്നെ എനിക്ക് നേരത്തെ ആകാറുന്നല്ലോ. അതല്ല, അയാളുടെ വംശം അറ്റുപോകണം. വിവാഹം കഴിക്കാതെ ഈ ഭൂമുഖത്ത് രവീന്ദ്രവർമ്മയുടെ തലമുറ നിൽക്കണം. ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അത്രയും പറഞ്ഞ് വിജയ് കാറിലേക്ക് കയറി. രാവിലെ പ്രിയ നേരത്തെ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പത്മയുടെ അടുത്ത് ചെന്ന് അടുക്കളയിലിരുന്നു. എന്താ മോളെ, നിന്റെ മുഖത്തൊരു വിഷമം പോലെ? അവർ മകളുടെ തലമുടിയിഴകളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അമ്മയ്ക്ക് തോന്നുന്നതാ. അവൾ മറുപടി പറഞ്ഞു. അമ്മയ്ക്ക് തോന്നിയതല്ല,
ഏതായാലും 10-25 വർഷമായി നിന്നെ അമ്മ കാണാൻ തുടങ്ങിയതല്ലേ? അമ്മേ, എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിലിരുന്നത് വിങ്ങും. എന്താണെങ്കിലും അമ്മയോട് പറ പ്രിയ. അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ആദിയുടെ വീട്ടിൽ സ്വാതി വന്നതടക്കം. ഇതിൽ അമ്മ ഒരിക്കലും ആദ്യ കുറ്റം പറയില്ല മോളെ. മോൾ അവനോടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ സൗഹൃദം തന്നെ അവസാനിച്ചേനെ എന്നാണ് അമ്മയ്ക്ക് തോന്നുന്നത്. ആദ്യം നിന്നെ ഒരിക്കലും ആ രീതിയിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ മറ്റൊരു പെണ്ണിനോട് സ്നേഹമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നീ ചെയ്തത് തന്നെയാണ് ശരി. അത് തന്നെയാണ് എൻ്റെ മനസാക്ഷിക്കും തോന്നിയത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. മോളെ, നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. പത്മ അവളെ ആശ്വസിപ്പിച്ചു. പിന്നെ ഒരു നഷ്ടപ്രണയം ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടാകും. അമ്മ ഒരു കാര്യം പറയട്ടെ. ഇപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥയിൽ പറയാൻ പാടില്ല. എങ്കിലും അമ്മ അന്നൊരു കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഒരു അലയൻസ് കാര്യം. അവന് കുറേ കാലമായി നിന്നെ അറിയാം, നിന്നെ ഇഷ്ടമാണ്. അങ്ങനെയാണ് അമ്മയോടും അച്ഛനോടും ഈ കാര്യം പറയുന്നത്. ഒന്ന് വന്ന് കാണാൻ അമ്മ പറഞ്ഞു. മോളെന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഒരു പെണ്ണ് കാണലൊന്നും എനിക്ക് നിന്നു തരാൻ പറ്റില്ല. അങ്ങനെ ഒരു പെണ്ണ് കാണലൊന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരും മാത്രം. നിനക്ക് എവിടെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവിടെ. വീട്ടിൽ വെച്ച് വേണ്ട, പുറത്തെവിടെയെങ്കിലും വെച്ച്. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. അത് മതി. പത്മയ്ക്ക് ഉത്സാഹമായി. പിന്നെ ഒരു കാര്യം, എനിക്കിഷ്ടമായില്ലെങ്കിൽ അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അല്ലാതെ തന്നെ ഫോഴ്സ് ചെയ്യരുത്. നിന്നെ പണ്ട് മുതലേ ഞാനോ അച്ഛനോ എന്തെങ്കിലും കാര്യത്തിന് ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ? അപ്പം പിന്നെ നിൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിന് ഞങ്ങൾ നിന്നെ ഫോഴ്സ് ചെയ്യോ? ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ശരി, സമ്മതിച്ചു. എവിടെ വെച്ച് കാണണമെന്ന് ആലോചിച്ചിട്ട് പറയാം. മതി. പക്ഷേ ഒരുപാട് വൈകരുത്. ഇല്ല. അവൾ അവർക്കൊരു ഉമ്മ നൽകി റൂമിലേക്ക് പോയി. പത്മയുടെ ഹൃദയം നിറഞ്ഞു. സ്വാതി രാവിലെ ഉണർന്ന് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ നിലവിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാർവതിയമ്മ അവിടേക്ക് വന്നത്. മോൾ ഇത്ര രാവിലെ എഴുന്നേക്കോ? ഉവ്വമ്മേ, അത് കുറേ വർഷങ്ങളായുള്ള ശീലമാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആരും ഇത്ര നേരത്തെ ഉണരാറില്ല. അതുകൊണ്ടാണ് അമ്മ ചോദിച്ചത്. പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷം രണ്ടുപേരും പൂജാമുറി വിട്ടിറങ്ങി. പാർവതിയമ്മ നേരത്തെ അടുക്കളയിലേക്ക് പോയി. സ്വാതി അവരെ അനുഗമിച്ചു. അവർ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് കാപ്പി ഉണ്ടാക്കാനായി തുടങ്ങി. ഞാൻ എന്താണമ്മേ ചെയ്യേണ്ടത്? സ്വാതി അവരോട് ചോദിച്ചു. ഒന്നും ചെയ്യേണ്ട മോളെ. ഇവിടെ ജോലിക്ക് ആളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഞാൻ പറഞ്ഞു വിട്ടതാ. ഇവിടെ എനിക്ക് ചെയ്യാവുന്ന ജോലികളല്ലേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലികളൊക്കെ തീരും. മോൾ അവിടെ ഇരുന്ന് എന്നോട് സംസാരിച്ചാൽ മതി. ആദ്യ കാപ്പി കുടിക്കാനായി താഴേക്കിറങ്ങി വരികയുള്ളൂ. അവൻ നേരത്തെ ഉണരും. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങി വരും. അവൻ നേരത്തെ ഉണരും. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങി വരും. കുട്ടിക്കാലം മുതലെയുള്ള ശീലങ്ങൾ. ആക്സിഡൻറ്റിന് മുൻപ് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ജോഗിങ്ങിനൊക്കെ പോകുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. പെട്ടെന്ന് ആദ്യ രാവിലെ അവളോടൊപ്പം ജോഗിങ്ങിന് പോകുന്ന കാര്യം ഓർമ്മയിൽ തെളിഞ്ഞു. മോൾ എന്താണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്? ചൂടുള്ള ഫിൽറ്റർ കോഫി പകർന്ന് അവൾക്ക് നൽകിക്കൊണ്ട് പാർവതിയമ്മ ചോദിച്ചു. വെറുതെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കായിരുന്നു. കുറേ നേരം അടുക്കളയിൽ നിന്ന് പാർവതിയമ്മയോട് ഓരോന്നൊക്കെ പറഞ്ഞും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തും അവൾ കുറേ സമയം ചിലവിട്ടു. മോൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമുക്ക് വൈകുന്നേരം പുറത്തു പോവാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ല അമ്മേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് പോകണം. എനിക്ക് കുറേ സാധനങ്ങൾ നിനക്ക് വാങ്ങിത്തരാനുണ്ട്. അവർ ഉത്സാഹത്തോടെ പറഞ്ഞു. വീണ്ടും കുറേ സമയങ്ങൾക്ക് ശേഷമാണ് ആദി താഴെ ഇറങ്ങി വന്നത്. പാർവതിയമ്മ അവന് കോഫി നൽകി. അവൻ കോഫിയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. അവിടെ പൂന്തോട്ടത്തിൽ ചെടി നനച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടു. അവൾ തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അവളുടെ മുഖം അവന് വ്യക്തമായിരുന്നില്ല. അവൻ കുറേ സമയം അവളെ തന്നെ നോക്കി നിന്നു. ഇതായിരിക്കും അമ്മാവൻ്റെ മകൾ എന്നും പറഞ്ഞ് അവർ ഇന്നലെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് അവൻ മനസ്സിൽ ആലോചിച്ചു. സ്വാതി പുറം തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന ആദിയാണ് കണ്ടത്. സ്വാതിയെ കണ്ടതും അവനൊരു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മനസ്സിലേക്ക് പല പല ഓർമ്മകളുടെ തിരയലകൾ സംഭവിച്ചു. പക്ഷെ ഒന്നും വ്യക്തമായി അവൻ്റെ മനസ്സിൽ തെളിഞ്ഞില്ല. സ്വാതി എവിടെയോ കണ്ടതുപോലെ അവൻ്റെ ഓർമ്മ നിറഞ്ഞു. അവൻ്റെ തലയ്ക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. പിന്നീടാണ് അവൻ അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചത്.
താൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിയുടെ കണ്ണുകൾ അവന്റെ മനസ്സിൽ തെളിഞ്ഞു. അവന്റെ മനസ്സ് ഓർമ്മകളിൽ തിരച്ചിൽ നടത്തി. പക്ഷെ നിരാശയായിരുന്നു ഫലം. സ്വാതിയുടെ മനസ്സിലും ആദിയോടൊത്തുള്ള നല്ല നിമിഷങ്ങൾ തന്നെയായിരുന്നു നിറഞ്ഞു നിന്നത്. അവൾ പ്രതീക്ഷയോടെ ആദിയെ നോക്കി. അവളുടെ ഓർമ്മകൾ എന്തെങ്കിലും അവന്റെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് അറിയാനായിരുന്നു ആ നോട്ടം. ആരാ? ആദ്യം അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അവന്റെ ആ ചോദ്യത്തിന് അവളുടെ ഹൃദയം തുളയ്ക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അവളുടെ മനസ്സ് വല്ലാതെ വിങ്ങി. ഒരിക്കലേറെ സ്നേഹിച്ച ആൾ തന്നെ, ചേർത്ത് പിടിച്ച ആൾ തന്നെയാണ് ചോദിക്കുന്നത് ആരാണെന്ന്. അവളുടെ ഹൃദയം വിങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ഇവിടെ. അവൾ വാക്കുകൾക്കായി പരതി. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. ഇതാണ് ദേവന്റെ മകൾ. ഞാൻ ഇന്നലെ കൂട്ടിക്കൊണ്ടുവന്നു. ഞങ്ങൾ വരുമ്പോൾ നീ നല്ല ഉറക്കായിരുന്നു. മറുപടിയുമായി വന്നത് പാർവതിയമ്മയായിരുന്നു. അതായിരുന്നോ? അവളെ ഒന്ന് അടിമുടി നോക്കി ആദ്യ മുറിയിലേക്ക് പോയി. അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവളുടെ കണ്ണുകൾ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. സ്വപ്നത്തിലെ പെൺകുട്ടിയുടെ രൂപം തെളിച്ചു കാണാനായി അവൻ ആഗ്രഹിച്ചു. കുറേ നേരം കണ്ണടച്ച് കിടന്ന് അവളുടെ മുഖം ഓർമ്മകളിലേക്ക് വരുത്താൻ അവൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഓരോ തവണയും നിരാശയായിരുന്നു ഫലം. പക്ഷെ അവൻ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കണ്ണടച്ച് കിടന്ന് ആഴത്തിൽ അവൻ ചിന്തിക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകളെക്കുറിച്ച്, അവളുടെ രൂപത്തെക്കുറിച്ച് അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അതവൻ്റെ തലച്ചോറിൽ ഓർമ്മകളുടെ ഒരു വിസ്ഫോടനം തീർത്തു. ആദിയുടെ മനസ്സിൽ അവളുടെ രൂപം നിറഞ്ഞു. പക്ഷെ ഒന്നും വ്യക്തമല്ല. ഇടവിട്ടിടവിട്ട് ചില രംഗങ്ങളും ചില ശബ്ദങ്ങളും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു. അതിലൊരു പെൺകുട്ടിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ നിറഞ്ഞു നിന്നു. അത് സ്വാതിയുടെ ആണെന്ന് ആദിക്ക് മനസ്സിലായി. തൻ്റെ ജീവിതവുമായി എവിടെയോ അവൾക്ക് ബന്ധമുണ്ടെന്ന് ആദിക്ക് തോന്നി. തിരികെ മുറിയിൽ വന്ന സ്വാതിയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. തന്നെ നേരിട്ട് കാണുമ്പോൾ ആദിയുടെ ഓർമ്മകളിൽ താൻ തെളിയുമെന്നായിരുന്നു അവസാന നിമിഷം വരെ അവൾ പ്രതീക്ഷിച്ചിരുന്നത്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.